പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55 അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലങ്ങൾ നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിജയപ്രദമായി ചെയ്യും. നിങ്ങൾ സന്തോഷത്തോട് പുറപ്പെടും, സമാധാനത്തിൽ നയിക്കപ്പെടും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും. വനവൃക്ഷങ്ങൾ കൈകൊട്ടും. മുൾച്ചെടിക്ക് പകരം സരളവൃക്ഷവും കാരയ്ക്ക് പകരം സൗഗന്ധ്യവും മുളയ്ക്കും. ഇത് കർത്താവിന് ഒരു സ്മാരകമായിരിക്കും, ഒരിക്കലും നശിക്കാത്ത ശാശ്വതമായ സ്മാരകം. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമുക്ക് കർത്താവ് തന്ന ഈ വചനത്തെ ഓർത്തൊന്ന് ധ്യാനിക്കാം, സ്തുതിക്കാം. ഇന്ന് നിങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ഈ വചനം കർത്താവിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. അത് ഫലരഹിതമായി തിരിച്ചു വരികയില്ല. കർത്താവ് എന്ത് കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ഫലത്തോടാണ് നിറവേറുന്നത്, ഫലം കായ്ക്കുന്ന വൃക്ഷമായി മാറുന്നത്. ഹല്ലേലൂയ. അങ്ങനെ പറയാം, മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. ഇത് നമ്മൾ കർത്താവിൻ്റെ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മളുടെ കർത്താവ് മൊഴിഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും അത് ഫലരഹിതമായി പോയിട്ടില്ല. അത് കേൾവിക്കാർക്ക് ഇമ്പമുള്ളവയും ആത്മാവിൽ ആകർഷിക്കുന്നവർക്ക് അനന്ത സ്നേഹവും കോടാനുകോടി നന്മകൾക്ക് ഉറവിടവുമായ വചനം അത് നമ്മളുടെ ഹൃദയത്തിൽ വന്ന് പതിച്ച് നമുക്ക് പുതുജീവൻ നൽകുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എന്തുദ്ദേശിക്കുന്നോ ആ ഉദ്ദേശം കർത്താവ് നിറവേറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മളെയും കർത്താവ് വിളിച്ചത് അപ്രകാരമാണ്. നാം അനുഗ്രഹത്തോട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വാക്ക് കൽപ്പിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും സംഭവിക്കും. നമ്മളൊരു വ്യക്തിയെ നോക്കിക്കൊണ്ട് നീ അനുഗ്രഹിക്കപ്പെടും, ദൈവം നിന്നെ അനുഗ്രഹിക്കും, നീ സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെടും, നീ രക്ഷപ്പെടും, നിന്നെ ദൈവം രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവർ രക്ഷപ്പെടും. നമ്മളങ്ങനെ ഓരോ വ്യക്തികളെയും നോക്കി നമ്മളങ്ങനെ പറയുന്നവരായിരിക്കണം. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ കാത്തു പരിപാലിക്കുന്നവരായിരിക്കണം. ദൈവസ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, പറയുക, മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും, വനവൃക്ഷങ്ങൾ കൈകൊട്ടും. വനവൃക്ഷങ്ങൾ കൈകൊട്ടും, കർത്താവിനെ മഹത്വപ്പെടുത്തും. കർത്താവിന് മനുഷ്യൻ്റെ മുമ്പിൽ പ്രഘോഷിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ ആരുടെ മുമ്പിൽ പ്രഘോഷിക്കണം? മത്സ്യങ്ങളുടെ മുമ്പിൽ, പാറകളുടെ മുമ്പിൽ, വൃക്ഷങ്ങളുടെ മുമ്പിൽ. അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ അവരൊക്കെ ആർത്തു ഘോഷിക്കും, കൈകൊട്ടും, സ്തുതിക്കും. അവരും തിരിച്ച് നമ്മൾ ദൈവത്തെ ആർത്തു ഘോഷിക്കുന്നത് പോലെ അവരും ആർത്തു ഘോഷിക്കും. നമുക്ക് നമ്മളുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ നമുക്ക് നിലനിൽക്കാം. ഇന്ന് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന മക്കളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ അവരെ ശുദ്ധീകരിക്കണം. കർത്താവെ, പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഈ വചനത്താൽ ശുദ്ധീകരിക്കണമേ പിതാവേ. കടബാധ്യതയുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു പിതാവേ. ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ട് അടയ്ക്കാൻ കഴിയാതെ ജപ്തി നോട്ടീസൊക്കെ വന്ന് കിടക്കുന്ന മക്കൾ ധാരാളമുണ്ട്, അവരെ എല്ലാം സമർപ്പിക്കുന്നു പിതാവേ. വാടകയ്ക്ക് കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. സ്വന്തമായി ഭവനമില്ലാത്ത മക്കൾ, ദൈവമേ, ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത മക്കൾ, എന്ത് ചെയ്യണമെന്നറിയാതെ വേലയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾ, അവരെല്ലാം സമർപ്പിക്കുന്ന കർത്താവേ. വിദേശത്ത് പോയിരിക്കുന്ന മക്കളെ, ഇനി പോകാൻ ഒരുങ്ങിയിരിക്കുന്ന മക്കളെ എല്ലാം സമർപ്പിക്കുന്നു. വിദേശത്ത് ജോലിയില്ലാതെ വലയുന്ന മക്കളെ സമർപ്പിക്കുന്നു. സ്വദേശത്ത് ജോലിയില്ലാതെ ഇരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ആകാശത്തിലൂടെ ഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നു. വാഹനം ഓടിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു പിതാവേ.
ഡോക്ടർമാരെ ഞങ്ങൾ സമർപ്പിക്കുന്നു അപ്പാ. എൻ്റെ കരങ്ങളിലേക്ക് ഡോക്ടർമാരെ, നഴ്സുമാരെ എല്ലാവരെയും സമർപ്പിക്കുന്നു അപ്പാ. ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ മറന്നുപോയിട്ടുള്ള സകലരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സഹായിക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് 6-ാം തീയതി കർത്താവേ, അങ്ങയുടെ ഉള്ളംകരങ്ങളിൽ മനോഹരമായി എല്ലാവരെയും കാത്തു പരിപാലിക്കണമേ. അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, അങ്ങയുടെ പരിശുദ്ധിയിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എല്ലാ മക്കളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. സർവശക്തനും നീതിമാനുമായ ദൈവം നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ.